ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഫേസ്ബുക്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് ഓൺ ആകണം, ഫോളോവേഴ്സ് 10,000 തയ്ക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ എങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കുക എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിടുന്ന കണ്ടന്റ് ആണ് ഇവിടെ മെയിൻ പ്രധാനമായിട്ടും ഉള്ളത്. നമ്മൾ ഒരു 3 സെക്കൻഡ്സ് റൂൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഇതിൽ വാച്ച് ടൈം കൂട്ടുക, റീടെൻഷൻ കൂട്ടുക, അതേപോലെ നമ്മുടെ ഹൈ ക്വാളിറ്റി വീഡിയോയും ഓഡിയോയും യൂസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് വാച്ച് ചെയ്യുകയും നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ കാണിക്കുക. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്തതാണ്. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഫേസ്ബുക്കിൽ ആദ്യം നമ്മൾ ബയോ സെറ്റ് ചെയ്യണം. അത് ഒരു ജനറിക് ബയോ എന്തെങ്കിലും എഴുതി കൊടുക്കുന്നതിന് പകരം നമ്മൾ ഏത് ഒരു മേഖലയിലാണോ അത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടില്ല, സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ഷെയറിങ്, IT കരിയർ ടിപ്സ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ്, അപ്പോൾ നിങ്ങളുടെ ഏത് ടോപ്പിക്കിലാണോ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ബയോ നിങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നീട് നിങ്ങളൊരു ഓത്തൻറ്റിക് ആളാണോ എന്ന് ഫേസ്ബുക്കിന് അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ബയോ നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽസ്, ഇപ്പോൾ നമ്മുടെ ഏത് ജോബാണ് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതാ ലൊക്കേഷൻ, ഏതൊക്കെ കമ്പനികളിൽ വർക്ക് ചെയ്തു, എഡ്യൂക്കേഷൻ എന്താണ്, ഇത് കംപ്ലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് കൂടുതൽ ആളെ ആകർഷിക്കുകയും അവർക്ക് ഇതൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലായിട്ട് അവർ ഫോളോ ചെയ്യുകയും ചെയ്യും. നമ്മൾ ആളുകളെ കമൻറ്റ്സ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യണം. ഈ പോസ്റ്റ് കണ്ടില്ല, ഞാൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കമൻറ്റ് ചെയ്യുന്ന രീതിയും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഈ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ റിപ്ലൈ ചെയ്യണം. അവർ ചോദിക്കുന്നതിന് നമ്മൾ ആൻസർ ചെയ്യണം. നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ റീച്ച് ചെയ്യില്ല. നമ്മൾ കൂടുതലായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുകയും ആ പോസ്റ്റിന് നമ്മൾ വളർത്തുകയും ചെയ്യും. ഇതൊരു 1 lakh വന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ചോദ്യപേപ്പർ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർ യെസ് ഓർ നോ കൊടുക്കും. അപ്പോൾ ഫേസ്ബുക്ക് അൽഗോരിതം ഇത് പുഷ് ചെയ്യും. അടുത്തത് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഫോളോ ടു ഫോളോ ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇതിലെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ട് പരസ്പരം കമൻറ്റ് ചെയ്യുകയും അവരുടെ ക്വസ്റ്റ്യൻസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അതോറിറ്റി വർദ്ധിക്കുകയും അവർ ഫോളോ ചെയ്യുകയും ചെയ്യും. പക്ഷേ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ബാൻ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പ്രത്യേക പോസ്റ്റ് കാണും, ഫോളോ ചെയ്യുന്നവരെല്ലാം ഫോളോ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു 500 ആളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ബാൻ ചെയ്യും നമ്മുടെ പ്രൊഫൈൽ. ഇതിന് പകരം നമ്മൾ ഈ ഒരു വ്യക്തിനെ ഫോളോ ചെയ്യുക, എന്നിട്ട് അവരുടെ പ്രൊഫൈലിൽ സന്ദർശിക്കുക. എന്നിട്ട് സന്ദർശിച്ചതിന് ശേഷം അവരുടെ 1-2 പോസ്റ്റുകൾ വ്യൂ ചെയ്യുക. അതിന് തക്കതായ കമൻസോ അല്ലെങ്കിൽ ലൈക്സോ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വ്യക്തിയുടെ പോസ്റ്റ് ഞാൻ കാണുകയാണ്. ഇപ്പോൾ ഞാനിത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വാലിഡ് വ്യൂ ആയിട്ടാണ് ഫേസ്ബുക്ക് വാച്ച് ചെയ്യുക.